നമ്മൾ എങ്ങനെയാണ് ഷിപ്പിംഗ് റേറ്റ്സ് നമ്മൾ നിശ്ചയിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഷിപ്പിംഗ് റേറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പേയ്മെന്റ് പ്രൊവൈഡേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ബേസിക്, ഷോപ്പിഫൈ, അഡ്വാൻസ്ഡ് ആൻഡ് പ്ലസ് അങ്ങനെ 4 പ്ലാനുകളാണ് ഷോപ്പിഫൈ നിങ്ങൾക്കായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നു, ഒരു ഗ്ലോബൽ എക്സിബിഷൻ ഇന്ത്യയിൽ നടക്കുന്നു. അവിടെ നമ്മളുടെ സ്റ്റോറിന്റെ ഒരു സ്റ്റാൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സ്റ്റാൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്കൊരു POS ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു എന്താ പറയുക, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റീറ്റെയിൽ സ്റ്റോർ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റീറ്റെയിൽ സ്റ്റോർ ആണ് ഇത്. അതായത് നിങ്ങൾക്കൊരു QR കോഡ് ഉണ്ടാകും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങാനും ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളെ നിങ്ങളുടെ കസ്റ്റമർ ആക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഷോപ്പിഫൈ. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവർക്കും ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു മികച്ച ഐഡിയ ആണ് ഓൺലൈൻ ഷോപ്പിഫൈ. ഈ ഒരു കോഴ്സ് വീഡിയോ നിങ്ങൾക്ക് പ്രാരംഭഘട്ടം മുതൽ ഒരു പ്രൊഫഷണൽ ഓൺലൈൻ ബിസിനസ് നടത്താനുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളുടെ കൈകൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ നിങ്ങൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോർ ബ്രാൻഡിംഗ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പിഫൈ നിങ്ങളുടെ എല്ലാ ബിസിനസ് വശങ്ങളും എളുപ്പമാക്കുന്നു. സ്വന്തമായി ഓൺലൈൻ സ്റ്റോർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു കോഴ്സ്. അത് ചെറുതോ വലുതോ ആയാലും കുഴപ്പമില്ല. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ എങ്ങനെയാണ് ഷിപ്പിംഗ് റേറ്റ്സ് നമ്മൾ നിശ്ചയിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഷിപ്പിംഗ് റേറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പേയ്മെന്റ് പ്രൊവൈഡേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോർ സജ്ജമായിരിക്കുകയാണ്. പക്ഷേ കസ്റ്റമർ സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഒരു പേയ്മെന്റ് പ്രൊവൈഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് സക്സസ്ഫുള്ളി നടത്താൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ എങ്ങനെയാണ് പേയ്മെന്റ് പ്രൊവൈഡറെ നമ്മൾ ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ സ്ക്രീൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ സ്ക്രീനിലാണ് നമ്മൾ എത്തിയത്. സെറ്റപ്പ് ഗൈഡിൽ ഔട്ട് ഓഫ് 7 നമ്മൾ 4 സെറ്റപ്പ് ഗൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആഡ് യുവർ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കസ്റ്റമൈസ് യുവർ ഓൺലൈൻ സ്റ്റോർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആഡ് എ കസ്റ്റം ഡൊമൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്റ്റോറിൻ്റെ പേര്, നെയിം യുവർ സ്റ്റോർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് യുവർ ഷിപ്പിംഗ് റേറ്റ്സ്. നമ്മുടെ ഷിപ്പിംഗ് റേറ്റ്സ് നമ്മൾ നിശ്ചയിക്കാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ സെറ്റ് ഷിപ്പിംഗ് റേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. സോ നമ്മുടെ ലൊക്കേഷൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ലൊക്കേഷനിലേക്കായിട്ട് നമുക്ക് ഒരു ഷിപ്പിംഗ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ ന്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ എനിക്ക് ഒരു ഷിപ്പിംഗ് ആഡ് ചെയ്യണം. നമുക്ക് നോക്കാം. കോംബോ, നമ്മുടെ കോംബോ ടീഷർട്ടിൻ്റെ ഷിപ്പിംഗ് എനിക്ക് ആഡ് ചെയ്യണം. കോംബോ ഷിപ്പിംഗ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഷിപ്പ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യുക. ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ ഇതിൽ ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഏഷ്യ, ഹോങ്കോങ്, ഇന്ത്യ, ഇസ്രായേൽ, അങ്ങനെ ഒരുപാട് റീജിയൻ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. സോ നാഷണലി ആണെങ്കിലും ഇൻ്റർനാഷണലി ആണെങ്കിലും എല്ലാ സോൺസും ഷോപ്പിഫൈ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഏഷ്യ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് 129 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പ്രൊവിൻസസ് അവൈലബിൾ ആണ്. നമുക്ക് ഇന്ത്യ ക്ലിക്ക് ചെയ്യാം. ഇതിൽ 37 സംസ്ഥാനങ്ങളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൺ കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ വേണ്ടി സാധ്യമാണ്. നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ചാർജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. ആഡ് റേറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നുകിൽ യൂസ് ഫ്ലാറ്റ് റേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ യൂസ് കാരിയർ ഓർ ആപ്പ് ടു കാൽക്കുലേറ്റ് റേറ്റ്സ് എന്ന ഓപ്ഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ചർച്ച ചെയ്തതുപോലെ നിങ്ങൾക്ക് വിവിധ ആപ്പുകൾ നിങ്ങളുടെ ഷോപ്പിഫൈ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഷിപ്പിംഗ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ടും ഷിപ്പിംഗ് റേറ്റ് നിശ്ചയിക്കുന്നതിനായിട്ടും നമുക്ക് ആപ്പുകൾ ഇതിനകത്തോട്ട് ബന്ധിപ്പിക്കാൻ സാധ്യമാണ്. നമ്മൾ ഈ ആപ്പിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓർഡർ ID, പ്ലേസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിഫൈ തന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് നമ്മുടെ ഷിപ്പിംഗ് റേറ്റ് നിശ്ചയിക്കും. അത് ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. അത് ഷോപ്പിഫൈക്ക് അകത്ത് വരുന്ന ഒരു പ്രോസസ്സ് അല്ല, ഒരു തേർഡ് പാർട്ടി ആയിരിക്കും അത് നിശ്ചയിക്കുന്നത്. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ യൂസ് ഫ്ലാറ്റ് റേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. സോ ഇവിടെ നമ്മൾ ഷിപ്പിംഗ് റേറ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് 100 റുപ്പീസ് ആണ്. എന്ത് പർച്ചേസ് നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനൊരു ഷിപ്പിംഗ് റേറ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് 100 റുപ്പീസ് ഇവിടെ നമ്മൾ നിശ്ചയിക്കുകയാണ്. ഡൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുക. സോ ഈ ഷിപ്പിംഗ് റേറ്റ്സ് സേവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സേവ് ആയിരിക്കുന്നു. സോ എപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ആയാലും നമുക്ക് 100 രൂപ ഷിപ്പിംഗ് റേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ആ 100 രൂപ ഷിപ്പിംഗ് റേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടാകും. സോ ഇത് കോംബോ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. മറ്റേ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് ഫ്രീ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഷിപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റ് ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്.
സോ നമ്മൾ ഷിപ്പിംഗ് പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഈ വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം സെറ്റ് യുവർ ഷിപ്പിംഗ് റേറ്റ്സ് എന്ന് പറയുന്നത് ടിക്ക് ആയിരിക്കുകയാണ്. ഔട്ട് ഓഫ് 7 ടാസ്കിൽ നമ്മൾ 5 ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഷിപ്പിംഗ് റേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഒരു പേയ്മെന്റ് പ്രൊവൈഡറെ ആഡ് ചെയ്യുക എന്നതാണ്. ഈ പേയ്മെന്റ് പ്രൊവൈഡർ ആണ് നമുക്ക് പൈസ തരുന്നത്. എവിടെ നിന്നാണ്? കസ്റ്റമറുടെ അടുത്തു നിന്ന് നമുക്ക് പേയ്മെന്റ് ലഭിക്കുന്നത് ഈ പേയ്മെന്റ് പ്രൊവൈഡർ മുഖേനയാണ്. ഇവിടെ നമുക്ക് സെറ്റപ്പ് പേയ്മെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് പ്രൊവൈഡറെ ആഡ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പേയ്മെന്റ് പ്രൊവൈഡർ എന്ന ഓപ്ഷനാണ്. അവിടെ നിങ്ങൾക്ക് ചൂസ് എ പ്രൊവൈഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതൊക്കെ പേയ്മെന്റ് പ്രൊവൈഡേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതിൻ്റെ ഒരുപാട് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളുടെ ഡിജിറ്റൽ സ്റ്റോറിലേക്ക് ഇതിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധ്യമാണ്. നിങ്ങൾക്കൊരു വിസ കാർഡ് വേണം എന്നാണെങ്കിൽ മാസ്റ്റർ കാർഡ് വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ് പ്രൊവൈഡർ, ഹൈപ്പർ കാർഡ് പോലെയുള്ള പേയ്മെൻറ്റ് പ്രൊവൈഡറാണ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഈ ലിസ്റ്റ് ചെയ്ത രീതിയിലുള്ള ഏതെങ്കിലും ഡിസ്കവർ പോലെയുള്ള ഏതെങ്കിലും പേയ്മെൻറ്റ് പ്രൊവൈഡറാണ് നിങ്ങൾക്ക് വേണത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ സ്ട്രൈപ്പ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ സ്ട്രൈപ്പ് അക്കൗണ്ട് പേജിലേക്ക് ഇത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ കാണുന്ന ഒരു സ്ക്രീനിലേക്കായിരിക്കും പിന്നെ നമ്മൾ എത്തുന്നത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രൈപ്പ് അക്കൗണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ സ്റ്റോറുമായിട്ട് കണക്ട് ആകുന്നു. നമുക്ക് തിരിച്ച് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ പേയ്മെന്റ് പ്രൊവൈഡർ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പേയ്പാൽ ഓപ്ഷനാണ്. നിങ്ങളുടെ ഡിജിറ്റൽ സ്റ്റോറുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്പാൽ അക്കൗണ്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ സാധ്യമാണ്. ആക്ടിവേറ്റ് പേയ്പാൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേയ്പാൽ എക്സ്പ്രസ് ചെക്കൗട്ട് എന്ന് പറയുന്ന ഒരു പേജിലേക്കായിരിക്കും നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ ആയിരിക്കും നമ്മൾ പേയ്പാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യേണ്ടത്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ ഒരു പേയ്മെന്റ് ക്യാപ്ചർ ചെയ്യേണ്ടത്, പേയ്മെന്റ് ക്യാപ്ചർ മെത്തേഡാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അറ്റ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ക്യാപ്ചർ ആകും. ഓട്ടോമാറ്റിക്കലി വെൻ ദ എൻറ്റയർ ഓർഡർ ഈസ് ഫുൾഫിൽഡ് ഓർ മാനുവലി ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധ്യമാണ്. സോ ബൈ ഡിഫോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി അറ്റ് ചെക്കൗട്ട് എന്ന് പറയുന്ന ഒരു സൗകര്യമായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു തന്നിരിക്കുന്ന പേയ്മെന്റ് മെത്തേഡിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മാനുവൽ പേയ്മെന്റ് മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഷോപ്പിഫൈ നൽകുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് കസ്റ്റം പേയ്മെന്റ് മെത്തേഡ്. ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയുള്ള രീതിയിലുള്ള പേയ്മെന്റ് നമുക്ക് ചെയ്യാം. മണി ഓർഡർ പോലെയുള്ള രീതിയിൽ നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. സോ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വേണമെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ ഇവിടെ സാധ്യമാണ്. സോ ഏതെങ്കിലും പേയ്മെന്റ് എടുക്കുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. പേയ്മെന്റ് മെത്തേഡ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, വ്യൂ പേയ്മെന്റ് മെത്തേഡ് കസ്റ്റമൈസേഷൻ ആപ്സ്, അത് ഏതൊക്കെയാണെന്ന്, ആപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനത് ക്ലിക്ക് ചെയ്ത സമയത്ത് ഇത്രയും ആപ്പുകൾ അവൈലബിൾ ആണ്. ഇതാണ് ഷോപ്പിഫൈയുടെ ആപ്പ് സ്റ്റോർ. ഇത് നമ്മുടെ ആൻഡ്രോയിഡിലെ പ്ലേ സ്റ്റോറിന് സമാനമായ ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഏത് ആപ്പാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാം. ആ ആപ്പ് നിങ്ങളുടെ ഷോപ്പിഫൈ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഗിഫ്റ്റ് കാർഡ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഗിഫ്റ്റ് കാർഡ് എക്സ്പയറേഷൻ, അതായത് 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഗിഫ്റ്റ് കാർഡ്സ് നെവർ എക്സ്പയർ, അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡ് എക്സ്പയർ ആവുന്ന ഗിഫ്റ്റ് കാർഡും എക്സ്പയർ ആവാത്ത ഗിഫ്റ്റ് കാർഡും 2 രീതിയിലുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധ്യമാണ്. നമ്മൾ ഈ ഒരു പേയ്മെന്റ് ഓപ്ഷൻ എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും സെറ്റപ്പ് ഗൈഡിൽ 6 out of 7 ടാസ്ക് ആർ കംപ്ലീറ്റഡ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. സെറ്റപ്പ് എ പേയ്മെന്റ് പ്രൊവൈഡർ എന്ന് പറയുന്ന ഓപ്ഷനും അത് ഓട്ടോമാറ്റിക്കലി ടിക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തുടക്കക്കാർക്കായി ഷോപ്പിഫൈ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ആരംഭിക്കാം എന്ന കോഴ്സിലെ വിവിധ പ്ലാനുകളും ടാക്സുകളും എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. നിങ്ങളുടെ സ്റ്റോർ ഓൺലൈനായി സജ്ജീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കോഴ്സ് നിങ്ങളെ പൂർണ്ണമായും സഹായിക്കുന്നു. ഈ ഒരു കോഴ്സിലൂടെ പ്രായോഗികമായ രീതിയിൽ സ്റ്റോർ ബ്രാൻഡിങ്ങും മാർക്കറ്റിംഗും നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിനായി ഈ കോഴ്സിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഈ സ്ക്രീൻ നമുക്ക് നോക്കാം. നമ്മൾ ഇതിൽ 2 സ്ഥലത്ത് നമുക്ക് ഈ സെലക്ട് പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ സെലക്ട് പ്ലാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് പ്ലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഷോപ്പിഫൈയുടെ നിരവധി പ്ലാനുകൾ, 4 പ്ലാനുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാൻ കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടത് 3 പ്ലാൻ മാത്രമായിരുന്നു. ബേസിക്, ഷോപ്പിഫൈ, അഡ്വാൻസ്ഡ് ആൻഡ് പ്ലസ്, അങ്ങനെ 4 പ്ലാനുകളാണ് ഷോപ്പിഫൈ നിങ്ങൾക്കായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമുക്ക് ഓരോ ഡിഫറെന്റ് പ്ലാൻസിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോകാം. ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് സോളോ ഓണ്ടർപ്രണേഴ്സിന് ഉള്ളതാണ്. അതായത് ഒരാൾ ഒറ്റയ്ക്കാണ് ഒരു ബിസിനസ് നടത്തുന്നതെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് ബേസിക് പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കാർഡ് റേറ്റ് സ്റ്റാർട്ടിംഗ് അറ്റ് 2% തേർഡ് പാർട്ടി പേയ്മെന്റ് പ്രൊവൈഡേഴ്സ്,
അതുപോലെ തന്നെ 10 ഇൻവെന്ററി ലൊക്കേഷൻസ് ഇവിടെ നമുക്ക് ബേസിക് പ്ലാൻ പ്രകാരം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 24 മണിക്കൂറും എല്ലാ ദിവസവും 24 മണിക്കൂറും ചാറ്റ് സപ്പോർട്ടും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. സോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ ഏഷ്യ മാർക്കറ്റ്, യൂറോപ്പ് മാർക്കറ്റൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മാർക്കറ്റിലൊക്കെ നമുക്ക് ലോക്കലൈസ്ഡ് ഗ്ലോബൽ സെല്ലിംഗ് നടത്താനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു പ്ലാൻ പ്രകാരം നമുക്ക് അവൈലബിൾ ആണ്. സോ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നു, ഒരു ഗ്ലോബൽ എക്സിബിഷൻ ഇന്ത്യയിൽ നടക്കുന്നു. അവിടെ നമ്മളുടെ സ്റ്റോറിന്റെ ഒരു സ്റ്റാൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സ്റ്റാൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്കൊരു POS ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു എന്താ പറയുക, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റീറ്റെയിൽ സ്റ്റോർ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റീറ്റെയിൽ സ്റ്റോർ ആണ് ഇത്. അതായത് നിങ്ങൾക്കൊരു QR കോഡ് ഉണ്ടാകും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ബേസിക് പ്ലാൻ പ്രകാരം ആ ഒരു ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഓരോ പ്ലാനുകളും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ കാർഡിന്റെ റേറ്റ് ആണ്. അതായത് നമ്മുടെ ബേസിക് പ്ലാനിൽ കാർഡ് റേറ്റ്സ് വരുന്നത് 2% തേർഡ് പാർട്ടി പേയ്മെന്റ് പ്രൊവൈഡേഴ്സിനുള്ള കാർഡ് റേറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഷോപ്പിഫൈ ഫോർ സ്മോളർ ടീംസിലേക്ക് വരുന്ന സമയത്ത് അതിൽ 1% തേർഡ് പാർട്ടി പേയ്മെന്റ് പ്രൊവൈഡേഴ്സിന് പോകുന്നത്. അഡ്വാൻസ്ഡ് പ്ലാനിലേക്ക് വരുന്ന സമയത്ത് 0.6% മാത്രമാണ് തേർഡ് പാർട്ടി പേയ്മെന്റ് പോകുന്നത്. പക്ഷേ പ്ലസ് പ്ലാനിലേക്ക് വരുമ്പോൾ, ഏറ്റവും വലിയ പ്ലാനിലേക്ക് വരുന്ന സമയത്ത് 0.2% മാത്രമേ തേർഡ് പാർട്ടി പേയ്മെന്റ് പ്രൊവൈഡേഴ്സിന് പോകുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അഡീഷണൽ സ്റ്റാഫ് മെമ്പേഴ്സിനെ കിട്ടുന്നു. അതുപോലെ തന്നെ അഡ്വാൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റാഫ് മെമ്പേഴ്സിനെ കിട്ടുന്നു. അതുകൂടാതെ കൂടുതൽ ചെക്ക്ഔട്ട് കപ്പാസിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്കൊരു ഹോൾസെയിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്ലസ് പ്ലാനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ എന്തെല്ലാം പ്ലാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, അതിലെല്ലാം അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഷോപ്പിഫൈ ഫോർ സ്മോൾ ടീംസിനാണെങ്കിൽ അഡീഷണൽ സ്റ്റാഫ് മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അഡ്വാൻസിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ലൊക്കേഷൻസ് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ അഡീഷണൽ സ്റ്റാഫ് അക്കൗണ്ട്സ് ലഭിക്കുന്നു. കൂടാതെ 10x ചെക്ക്ഔട്ട് കപ്പാസിറ്റിയും നമുക്ക് ലഭിക്കുന്നു. പ്ലസ് പ്ലാൻ ആണ് ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറയുന്നത്. അവർക്ക് അൺലിമിറ്റഡ് സ്റ്റാഫ് അക്കൗണ്ട്സും അതുകൂടാതെ കസ്റ്റമൈസബിൾ ചെക്ക്ഔട്ട് വിത്ത് 40x കപ്പാസിറ്റി കസ്റ്റമൈസബിൾ ചെക്ക്ഔട്ടും നൽകുന്നു. കൂടാതെ ഹോൾസെയിൽ ആയിട്ടും ഇവിടെ B2B ബിസിനസ് ടു ബിസിനസ് സെയിലും നമുക്ക് നടത്താൻ വേണ്ടി സാധ്യമാണ്. കൂടാതെ 200 POS ലൊക്കേഷൻസും ഇവിടെ ലഭിക്കുന്നു. സോ ഇതിൽ ഏത് പ്ലാൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തുടക്കക്കാർക്ക്, ഈ ഒരു കോഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ 20 രൂപയുടെ ബേസിക് പ്ലാൻ ആയിരിക്കും. ഒരു തുടക്കക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു പ്ലാൻ. സോ ഈ 20 രൂപ എന്ന് പറയുന്നത് പ്ലാൻ എടുത്ത ശേഷമുള്ള ആദ്യത്തെ മാസത്തെ ചാർജ് മാത്രമാണ്. ബാക്കി ഈ ബേസിക് പ്ലാൻ പ്രകാരം 1499 രൂപയായിരിക്കും അടുത്ത മാസം മുതൽ, 2ാമത്തെ മാസം തൊട്ട് നമ്മൾ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടത്. സോ നമുക്ക് ഈ ബേസിക് പ്ലാൻ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ കാണാം, ഡിസംബർ 3, 2024 നമ്മൾ കൊടുക്കേണ്ട തുക 20 രൂപ മാത്രമാണ്. ഫസ്റ്റ് 30 ഡേയ്സ്, ആദ്യത്തെ 30 ദിവസത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടത് 20 രൂപ. പക്ഷെ അടുത്ത മാസം ജനുവരി 2-ാം തീയതി 2025 വരുന്ന സമയത്ത് 1994 രൂപയാണ് അടുത്ത മാസം തൊട്ട് നമ്മൾ ജനുവരി തൊട്ട് കൊടുക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാൻ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. സോ ഈ പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇവിടെ കാണാം നമുക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കാർഡ് നമ്പർ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ CVV, അഡ്രസ്, പിൻകോഡ്, കൺട്രി, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് UPI ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്യാം, ഫോൺ പേ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും UPI ആപ്പുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ID ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് UPI കണക്ട് ചെയ്യാൻ സാധ്യമാണ്. നിങ്ങൾ ജസ്റ്റ് UPI ID എൻ്റർ ചെയ്യുക. അതിനുശേഷം സെറ്റപ്പ് UPI ക്ലിക്ക് ചെയ്യുക. ഒരു വെരിഫിക്കേഷൻ മെയിൽ അല്ലെങ്കിൽ ഒരു വെരിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. UPI അക്കൗണ്ടുമായി കണക്ട് ചെയ്ത നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ സന്ദേശം വരുന്നതായിരിക്കും. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് സെറ്റപ്പ് ആയിരിക്കുന്നു എന്നാണ് അർത്ഥം. സോ ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് ഏത് പ്ലാനിനായാലും ഒരേപോലെയുള്ള പ്രോസസ്സ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ഷോപ്പിഫൈയുടെ 4 പ്ലാനുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഒരു തുടക്കക്കാർ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്തതുപോലെ നിങ്ങൾ ആദ്യത്തെ ഏറ്റവും ചെറിയ പ്ലാനായ ബേസിക് പ്ലാൻ എടുക്കുന്നതായിരിക്കും ഒരു ബിഗിനറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോപ്പിഫൈയിലെ ടാക്സ് സ്ട്രക്ചർ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. സോ ടാക്സിന്റെ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഷോപ്പിഫൈ എല്ലാ ടാക്സും കാര്യങ്ങളും എല്ലാം ഷോപ്പിഫൈ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ എമൗണ്ട് എവിടേക്കാണ് പോകുന്നത് ടാക്സ് ആയിട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഷോപ്പിഫൈ തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ടാക്സ് സ്ട്രക്ചർ മാറ്റണം എന്നാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബിസിനസ് കുറച്ച് ഇന്റർനാഷണലി വിപുലീകരിക്കുകയാണെങ്കിൽ അവിടെയുള്ള ടാക്സും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ നമ്മൾ മാനുവലായിട്ട് ടാക്സിന്റെ സ്ട്രക്ചർ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ പേജിലേക്ക് തിരിച്ചു വരികയാണ്. സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് ഏതൊക്കെ ടാക്സ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിവിടെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
സോ ഇവിടെ ഷിപ്പിംഗ് സോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സോൺ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഏത് രാജ്യത്ത് നിന്നാണോ അല്ലെങ്കിൽ ഏത് സോണിൽ നിന്നാണോ നിങ്ങൾക്ക് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് ആ സോൺ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അവിടെ നിങ്ങൾ ടാക്സ് സെറ്റിംഗ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണെങ്കിൽ ഇത് ഓൾറെഡി അവിടെ ടിക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഇന്ത്യയിലെ ടാക്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്, ഇന്ത്യ മാർക്കറ്റിലാണ്. ഷോപ്പിഫൈക്ക് ഡിഫോൾട്ട് ആയിട്ട് അറിയാം ഇന്ത്യയിലെ ടാക്സിനെ കുറിച്ചിട്ട്, ഷോപ്പിഫൈക്ക് ഡിഫോൾട്ട് ആയിട്ട് തന്നെ അറിയാം. സോ ആ ഒരു ടാക്സ് അവിടെ ആഡ് ആയതായിട്ട് ഒരു ഗ്രീൻ ടിക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കാണാം ഓരോ ഏരിയയിൽ നിന്ന് വരുന്ന ടാക്സ് എത്രത്തോളമാണ് എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ഒരു ബ്രേക്കപ്പ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇന്ത്യയിൽ ഓൾ ഓവർ ആയിട്ട് 9% ടാക്സ് ആയിട്ട് വരുന്നത്. പക്ഷേ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ആ ഒരു റീജിയനിലേക്ക് വരുന്ന സമയത്ത് 18% ടാക്സ് ആയിട്ട് വരുന്നത്. ആന്ധ്രാപ്രദേശിൽ 18%, അരുണാചൽ പ്രദേശിൽ 18%. അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ബ്രേക്കപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇനീഷ്യൽ സെറ്റപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ ടാക്സിന്റെ കാര്യം ഷോപ്പിഫൈ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം നമ്മൾ ഇന്ത്യയിലാണ് സ്റ്റോർ സെറ്റപ്പ് ചെയ്തത്. ആ ഒരു ഡാറ്റ വെച്ചിട്ട്, ആ ഒരു നോളജ് വെച്ചിട്ട് ഷോപ്പിഫൈ ബൈ ഡിഫോൾട്ട് ടാക്സും കാര്യങ്ങളും എല്ലാം ഷോപ്പിഫൈ തന്നെ ചെയ്തിരിക്കുന്നു. തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളും സെലക്ട് ചെയ്യാം. നമ്മൾ ഏത് രാജ്യമാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ടാക്സും കാര്യങ്ങളും ഒക്കെ അവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മലേഷ്യ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ടാക്സുകളൊന്നും കാണിക്കുന്നില്ല, പക്ഷേ നമ്മളിവിടെ റീസെറ്റ് ടു ഡിഫോൾട്ട് ടാക്സ് റേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. മലേഷ്യയിൽ വെറും 10% മാത്രമാണ് ടാക്സ് വരുന്നത്. ഒരു IGSTയോ CGSTയോ ഒന്നും മലേഷ്യയിൽ ആപ്ലിക്കബിൾ അല്ല. സോ ഈ സൈഡിൽ ഒരു ടാബ് നമുക്ക് കാണാൻ പറ്റും, റീസെറ്റ് ടു ഡിഫോൾട്ട് ടാക്സ് റേറ്റ്സ്. അതായത് നമ്മൾ ഏത് രാജ്യത്താണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏത് രാജ്യമാണോ സെലക്ട് ചെയ്യുന്നത് ആ രാജ്യത്തെ ടാക്സ് നമ്മളെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം ഷോപ്പിഫൈയിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ ഏതൊക്കെ കൺട്രിയാണോ ഏതൊക്കെ റീജിയനാണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് ആ ഒരു റീജിയന് നേരെ ഈ ഗ്രീൻ ടിക്ക് മാർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യയും മലേഷ്യയുമാണ്. ഇന്ത്യ ഓൾറെഡി ബൈ ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞു, മലേഷ്യ നമ്മളിപ്പോൾ ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യയും മലേഷ്യയും ഇവിടെ ഗ്രീൻ ടിക്ക് ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കളക്റ്റഡ് ടാക്സ് റിപ്പോർട്ടാണ്. എല്ലാ രാജ്യത്തെയും ടാക്സ് റിപ്പോർട്ട് ഇത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ തൽക്കാലം സെല്ലിങ്ങോ ബിസിനസ്സോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വൺസ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ടാക്സിന്റെ എല്ലാ റീജിയൻ വൈസ് ടാക്സ് ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വിൻഡോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ എല്ലാ റിപ്പോർട്ടും ഇവിടെ വരും. മന്ത് ടു ഡേറ്റ്, മാസം, ദിവസം എല്ലാം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കാണാം അവസാനത്തെ ലാസ്റ്റ് 60 days, അതുപോലെ തന്നെ ലാസ്റ്റ് 90 days, ലാസ്റ്റ് കഴിഞ്ഞ ഒരു വർഷത്തെ ഡീറ്റെയിൽസ് കാണാം, കഴിഞ്ഞ മാസത്തെ ഡീറ്റെയിൽസ് കാണാം, കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് കാണാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കിത് പ്രിന്റ് ചെയ്യാം, അതുകൂടാതെ ഇത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇത് റിപ്പോർട്ട് കാണിക്കണമെങ്കിൽ കാണിക്കാം. നിങ്ങളുടെ അക്കൗണ്ടന്റാണെങ്കിലോ നിങ്ങളുടെ ചാറ്റഡ് അക്കൗണ്ടന്റാണെങ്കിലോ അങ്ങനെ ആരെങ്കിലും ടാക്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ ഒരു റിപ്പോർട്ട് കൈമാറണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. സോ ഇത് കൂടാതെ ഷോപ്പിഫൈ നിങ്ങൾക്ക് ആപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ആപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിന്? ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അതിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതിനും. ഇവിടെ കാണാം അവലാര ടാക്സ് കംപ്ലയൻസ് ഒരു പെയ്ഡ് ആപ്പാണ്. അതുപോലെ തന്നെ വെർട്ടെക്സ് ടാക്സ് ആൻഡ് കംപ്ലയൻസ് അതും ഒരു പെയ്ഡ് ആപ്പാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഷോപ്പിഫൈ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. തുടക്കക്കാർക്കായി ഷോപ്പിഫൈ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ആരംഭിക്കാം എന്ന കോഴ്സിലെ വിവിധ പ്ലാനുകളും ടാക്സുകളും എന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മാത്രമായോ? ഇല്ല അല്ലേ? അതിനായി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് മുഴുവനായി കാണൂ. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.